രുദ്രന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ പ്രതിപാദിക്കപ്പെടുന്നു. സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ദൈവങ്ങൾ സ്വതന്ത്രമായി നടന്നിരുന്ന കാലഘട്ടത്തിൽ ദേവന്മാർ നീതിക്കും പ്രഭയ്ക്കും വേണ്ടി പോരാടിയപ്പോൾ ഇടിമുഴക്കത്തിന്റെ ദേവനായ ഇന്ദ്രൻ അമരാപുരി എന്ന നഗരത്തിൽ ദേവന്മാരെ ഭരിച്ചു. ഒരു യുദ്ധത്തിൽ രാക്ഷസന്മാർക്ക് ഇന്ദ്രനെയും ദേവന്മാരുടെ സൈന്യത്തെയും പരാജയപ്പെടുത്തുവാൻ കഴിഞ്ഞു. അസുരന്മാർ ദേവന്മാരെ അമരാപുരിയിൽ നിന്നും പലായനം ചെയ്യുവാൻ നിർബന്ധിതരാക്കി. ഭയചകിതരായ ദേവന്മാർ നിരാശയോടെ മഹർഷി കശ്യപന്റെ ആശ്രമത്തിലേക്ക് പോയി. ഇന്ദ്രദേവന്റെ പിതാവായ അദ്ദേഹം സ്വവസതി വിദ്യാലയമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സ്ഥാനഭ്രഷ്ടം സംഭവിച്ച ദൈവരാജാവ് തന്റെ പിതാവിനോട് സംഭവിച്ചതെല്ലാം വിശദീകരിക്കുന്നു. രാക്ഷസന്മാരുടെ ചെയ്തികളിൽ കശ്യപൻ രോഷാകുലനായി. മഹർഷി തന്റെ പരമമായ അറിവിനും ധ്യാനനിരതനാവാനുള്ള കഴിവിനും പേരുകേട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം ദൈവങ്ങളുടെ രാജാവിനെ ആശ്വസിപ്പിക്കുകയും പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. മഹർഷി കാശിപുരിയിലേക്ക് യാത്ര തിരിച്ചതിൻ്റെ ലക്ഷ്യം ധ്യാനിച്ച് ഒരു സദസ്സിനെ തേടുകയെന്നതാണ്. കാശിപുരിയിലെത്തിയ ശേഷം അദ്ദേഹം ഒരു ശിവലിംഗം സ്ഥാപിക്കുകയും അതിൻ്റെ സാന്നിധ്യത്തിൽ ശിവനാമം ജപിച്ചുകൊണ്ട് ധ്യാനനിരതനാവുകയും ചെയ്തു. ഏറെ നേരത്തെ ധ്യാനഫലമായി ശിവഭഗവാൻ അദ്ദേഹത്തിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. കശ്യപന്റെ ധ്യാനത്തിൽ മതിപ്പുളവായ ശിവൻ മഹർഷിയോട് ആഗ്രഹം ഉണർത്തുവാൻ ആവശ്യപ്പെടുന്നു. മഹർഷി ദേവന്മാരുടെ ദയനീയാവസ്ഥ പ്രകടിപ്പിച്ചു. രാക്ഷസന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി അമരാവതിപുരി നഗരം കൈക്കലാക്കിയെന്ന് അദ്ദേഹം ശിവനെ ബോധിപ്പിച്ചു. തൻ്റെ മകനായി പിറവി കൊള്ളുവാനും ദേവന്മാർക്ക് നീതി നൽകുവാനും നഗരത്തിൽ അവരുടെ സംരക്ഷകനായി സ്ഥാനം പിടിക്കാനും അദ്ദേഹം ശിവനോട് ആവശ്യപ്പെട്ടു. തഥാസ്തു, അതായത് അങ്ങനെയാവട്ടെ എന്ന വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് ശിവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ തയ്യാറായി. ആഹ്ലാദത്തിൽ കശ്യപൻ ആ വ്യക്തിത്വത്തോട് തൻ്റെ ഭക്തി പ്രകടിപ്പിച്ചു. തുടർന്ന് ശിവൻ അപ്രത്യക്ഷനായി. മഹർഷി തൻ്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി ദേവന്മാരോട് സംഭവം വിവരിച്ചു. എല്ലാം ശ്രദ്ധിച്ചവർ ആനന്ദഭരിതരായി. കശ്യപന്റെ പത്നി സുരഭി ഗർഭം ധരിച്ചു. അവർ 11 ആൺമക്കൾക്ക് ജന്മം നൽകി. അവർ ശിവന്റെ രൂപങ്ങളായിരുന്നു, രുദ്രന്മാർ എന്നറിയപ്പെട്ടു. അവരുടെ ജനനത്തോടെ ദേവന്മാരും കശ്യപനും പത്നിയും ഉൾപ്പെടെ ലോകം മുഴുവൻ ആനന്ദിച്ചു.